പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇറാനിലെ 140 ഇടങ്ങളിൽ US ബോംബാക്രമണം ശക്തമാക്കിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു ഇറാൻ. ഇതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 3% വർധനയുണ്ടായത്. എണ്ണവില ബാരലിന് $78.68 ഇറാനിലെ വടക്കൻ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിഖ്, ചബഹർ, ജസ്ക്, അസാലുയി, ബുഷഹർ, ക്വിഷ്ദ്വീപ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് ആക്രമണം കനപ്പിക്കുന്നത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു നാവികസേനാ ഉദ്യോഗസ്ഥൻ കൂടി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഗൾഫിലെ US കേന്ദ്രങ്ങളിൽ ഇറാൻ ശക്തമായ പ്രത്യാക്രമണവും നടത്തി. ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപക മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണം ശക്തമായതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. ഇതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 3% വർധനയുണ്ടായി. എണ്ണവില ബാരലിന് $78.68 എത്തി. അതേസമയം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമൂസ് തുടരുമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈറ്റിൽ 3 അമേരിക്കൻ സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വ്യാജമാണെന്നും ഒരാൾക്കും ജീവാപായം സംഭവിച്ചിട്ടില്ലെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഏപ്രിലിന് മുന്നത്തെ നിലയിലേക്ക് പടരുകയാണ് നിലവിലെ സംഘർഷം. മേഖലയിലാകെ പടർന്ന് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. വീണ്ടും ഹോർമൂസ് അടഞ്ഞതും സാഹചര്യം സങ്കീർണമാക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വിധം ഇറാനിലെ 140 കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം അഴിച്ചുവിടുന്നത്. ഹോർമൂസിൽ GFSC ഗാലക്സി എന്ന കപ്പൽ ആക്രമിച്ചതായിരുന്നു പ്രകോപനത്തിന് കാരണം. തിരിച്ചടിയിൽ ഇറാൻ ഒമാനിലെ ദുഗം തീരത്ത് അമേരിക്കൻ സൈനിക ലോജിസ്റ്റിക്സ്, വിമാന ഇന്ധന കേന്ദ്രങ്ങൾ, ഖത്തറിലെ അൽ ഉദൈദ എയർബേസിലെ ഫൈറ്റർ ജെറ്റ് കമാൻഡ് സെന്റർ, ബഹ്റൈനിലെ 5ാം കപ്പൽപ്പട താവളം, കുവൈറ്റിലെ ആയുധ ഡിപ്പോ, പേട്രിയറ്റ് മിസൈൽ സിസ്റ്റം, ജോർദാനിൽ MQ-9 ഡ്രോൺ ഹാങ്ങർ എന്നിവ ആക്രമിച്ചു. ഖത്തറിലും ആക്രമണം തുടരുകയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നാണ് അമേരിക്ക തങ്ങളെ ആക്രമിച്ചതെന്ന് കാട്ടിയാണ് ഇറാന്റെ പ്രത്യാക്രമണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.